أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين هو الذي بعث في الأميين رسول منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين वही है जिसने उम्मी लोगों में उन्हीं में से एक अजीम रसूल मबूस किया। वो उन पर उसकी आयात की तिलावत करता है और उन्हें पाक करता है और उन्हें किताब की और हिकमत की तालीम देता है, जबकि इससे पहले वो यकीनन खुली खुली गुमराही में थे। وآخرين منهم لما يلحقوا بهم ഒരു നിരക്ഷര ജനതയിൽ അവരിൽ നിന്നും തന്നെ ഒരു പ്രവാചകനെ അയച്ചവനാണ് അവൻ. ആ പ്രവാചകൻ അവർക്ക് ദൈവവചനങ്ങൾ ഓതിക്കൊടുക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു, അവർക്ക് ഗ്രന്ഥത്തിന്റെയും യുക്തിയുടെയും പാഠങ്ങൾ നൽകുന്നു. നിശ്ചയമായും അവർ ഇതിനു മുമ്പ് സ്പഷ്ടമായ വഴികേടിലായിരുന്നു. അവരിൽ നിന്നും തന്നെയുള്ള എന്നാൽ ഇതുവരെ അവരുമായി ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിലും അവൻ പ്രവാചക നിയോഗം നടത്തുന്നതാണ്. അവൻ പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് മാർച്ച് 23 ആയിരുന്നു. അത് അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായ ദിനം എന്ന നിലയ്ക്കാണ് അഹമ്മദിയ ജമാഅത്തിൽ സ്മരിക്കപ്പെടുന്നത്. അന്നാണ് ജമാഅത്തിന്റെ സംസ്ഥാപനം നടന്നത്. ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം അന്നാണ് ബയ്യത്ത് സ്വീകരിച്ചത്. ഈ ദിനം നമ്മെ എല്ലാ വർഷവും ചില കാര്യങ്ങൾ ഉണർത്തുന്നതായി മാറേണ്ടതുണ്ട്. അതായത് ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനോദ്ദേശം വിശുദ്ധ ഖുർആന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ പരിഷ്കരിക്കുക, അതുപോലെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നിവയാണ്. അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ ഉൾപ്പെട്ടു എന്ന് വാദമുള്ള നമ്മളും ഈ കാര്യനിവൃത്തിക്കായി തങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് ഭാഗവാക്കാകേണ്ടതുണ്ട്. വഴികേടിലായ മനുഷ്യകുലത്തെ നാം ദൈവവുമായി ബന്ധിപ്പിക്കേണ്ടതുമുണ്ട്. അതുപോലെ തന്നെ ദൈവദാസരെയും പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലേക്ക് ഉദ്ബോധനം ചെയ്യേണ്ടതുണ്ട്. അതിനായി ഏറ്റവും ആദ്യം നാം സ്വയം നന്നാകണം എന്ന കാര്യം അവിതർക്കമാണ്. എന്തായാലും
ഇപ്പോൾ ഞാനിവിടെ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതായിരിക്കും. അവയിൽ അദ്ദേഹം തന്റെ ആഗമനത്തിന്റെ ആവശ്യകത, ആഗമനോദ്ദേശം, അതുപോലെ തന്നെ തന്റെ സത്യസാക്ഷ്യത്തിനുള്ള വിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നടത്തിയ പ്രവചനങ്ങൾ, പുലർന്നതിനെ കുറിച്ചും അത് പുലർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും സംബന്ധിച്ച് പറയുകയുണ്ടായി. ജമാഅത്തിൽ ഉടലെടുക്കേണ്ട സൽപരിവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അദ്ദേഹം വിവരിച്ച അക്കാര്യങ്ങൾ ഇവിടെ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. സ്വഹാബാക്കൾ കടന്നുപോയിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചും അതുപോലെ ജമാഅത്ത് അംഗങ്ങളും സമാനമായ പ്രയാസങ്ങളാണ് നേരിടുന്നത് എന്നതിനെ കുറിച്ചും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ നാം എല്ലായ്പ്പോഴും നമ്മുടെ മുമ്പിൽ വയ്ക്കേണ്ടതാണ്. അങ്ങനെ നാം ഒരു ജമാഅത്ത് എന്ന നിലയ്ക്ക് അഭിവൃദ്ധിപ്പെടണം. ഒരിക്കലും നമുക്ക് നിലവാര തകർച്ച ഉണ്ടാകാൻ പാടില്ല, അധപ്പതിക്കരുത്. അദ്ദേഹം തന്റെ ദൈവനിയോഗത്തെയും സത്യസാക്ഷ്യത്തെയും കുറിച്ച് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. അവ തീർച്ചയായും നമ്മുടെ ഈമാനെ, നമ്മുടെ വിശ്വാസത്തിനെ ദൃഢതമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അക്കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയും അവയെ എപ്പോഴും കൺമുമ്പിൽ വയ്ക്കുകയും ചെയ്താൽ നിശ്ചയമായും അവ നമ്മുടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നതാണ്. അതുപോലെ നമ്മെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് അവ ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ പ്രസ്തുത ഉദ്ധരണികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് അഹമ്മദികൾക്കു വേണ്ടിയും ഉള്ളതാണ്, അതുപോലെ അനഹമ്മദികൾക്കും പ്രയോജനപ്പെടുന്നതാണ്. നാം ജമാഅത്തിലേക്ക് ക്ഷണിക്കുന്ന മറ്റുള്ളവർക്കും ഇത് ഗുണകരമാണ്. ഇവ അദ്ദേഹം വാഗ്ദത്ത മസീഹാണ് എന്നത് പകൽ വെളിച്ചം പോലെ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ പ്രാരംഭത്തിൽ പാരായണം ചെയ്ത ഖുർആനിക സൂക്തങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരിടത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, ഈ ആയത്തിന്റെ സാരാംശം ഇപ്രകാരമാണ്: അള്ളാഹു തന്റെ പ്രവാചകനെ അയച്ച സമയത്ത് ജനങ്ങൾ അജ്ഞരും അതുപോലെ യുക്തിഹീനരുമായിരുന്നു. ആത്മാവിന്റെ സമ്പൂർണതയ്ക്കും മനുഷ്യാത്മാക്കൾക്ക് ജ്ഞാന കർമാദികളിൽ ഉത്കർഷത നേടാനും അനിവാര്യമായിരുന്ന മതയുക്തിജ്ഞാനങ്ങൾ അപ്പോൾ അപ്രത്യക്ഷമായിരുന്നു. ജനങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. അതായത് അവർ ദൈവത്തിൽ നിന്നും അതുപോലെ സിറാത്തെ മുസ്തഖീം, നേരായ പാതയിൽ നിന്നും അകന്നുപോയിരുന്നു. അത്തരമൊരു സമയത്ത് ദൈവം ഉമ്മിയായ, നിരക്ഷരനായ ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ ജനങ്ങളുടെ ആത്മശുദ്ധീകരണം നടത്തി ഖുർആനിന്റെ ജ്ഞാനങ്ങളാലും ഹിക്മത്തുകളാലും യുക്തികളാലും അവരെ നിറച്ചു. അടയാളങ്ങളാലും ദൃഷ്ടാന്തങ്ങളാലും അവരെ പരിപൂർണ വിശ്വാസത്തിന്റെ പദവിയിലെത്തിച്ചു. അവരുടെ ഹൃദയങ്ങളെ ദൈവോപലബ്ധിയുടെ പ്രകാശത്താൽ പ്രഭാപൂരിതമാക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: മറ്റൊരു ജനവിഭാഗവും ഉണ്ടാകും, അവർ അവസാന കാലഘട്ടത്തിലായിരിക്കും വെളിപ്പെടുക. അവരും തുടക്കത്തിൽ അന്ധകാരത്തിലും മാർഗഭ്രംശത്തിലും അകപ്പെടുന്നതാണ്. ജ്ഞാനം, യുക്തി, വിശ്വാസം എന്നിവയിൽ നിന്നും അവർ അകലെയുമായിരിക്കും. പിന്നീട് ദൈവം അവരെയും സ്വഹാബാക്കളുടെ വർണ്ണത്തിലാക്കും. അതായത് സ്വഹാബാക്കൾ കണ്ടതെല്ലാം അവർക്കും കാണിച്ചു കൊടുക്കും. ഏതുവരെ എന്നാൽ അവരുടെ സത്യതയും വിശ്വാസവും സഹാബാക്കളുടേതിനും സമാനമായി ഭവിക്കുന്നതാണ്, സഹാബാക്കൾക്ക് തുല്യമാകുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട്, അനുസരണ വൃന്ദത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യതയിൽ നമുക്ക് ഉണ്ടാകേണ്ട ദൃഢവിശ്വാസം ഇപ്രകാരമായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ ഇതായിരിക്കണം: നമുക്കും സ്വഹാബാക്കൾക്കുണ്ടായതിനു തുല്യം അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും ഇസ്ലാമിന്റെ സത്യതയിലും ദൃഢവിശ്വാസമുണ്ടായിരിക്കണം. സ്വഹാബാക്കളുടെ അവസ്ഥകളെ കുറിച്ച് ഞാൻ കുറച്ചായി ഖുതുബകളിലും വിവരിക്കുന്നുണ്ട്. അവരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുമുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഹദീസുകളുടെ വെളിച്ചത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്
പറഞ്ഞു, ഈ ആയത്ത് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനുൽ ഫാരിസിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലൗ കാനൽ ഈമാനു മുഅല്ലഖൻ ബിസ്സുറയ്യ ലനാലഹു റജുലുൻ മിൻ ഫാരിസ്. അതായത് ഈമാൻ കാർത്തിക നക്ഷത്രത്തോളം, അതായത് ആകാശത്തോളം ഉയർത്തപ്പെട്ടാലും അത് തിരോഭവിച്ചാലും പേർഷ്യൻ വംശജനായ ഒരു വ്യക്തി അതിനെ തിരികെ കൊണ്ടുവരുന്നതാണ്. ഇതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. അവസാന കാലത്ത് ഒരു പേർഷ്യൻ വംശജൻ ജനിക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് അക്കാലത്ത് ഖുർആൻ ആകാശത്തേക്ക് ഉയർത്തപ്പെടും എന്നാണ്. വാഗ്ദത്ത മസീഹിന്റെ കാലമായിരിക്കും അത്. അതായത് അന്ന് ഖുർആനിക അധ്യാപനങ്ങൾ പാടെ വിസ്മരിക്കപ്പെടും. ഈ പേർഷ്യൻ വംശജന്റെ പേരാണ് വാഗ്ദത്ത മസീഹ്. കുരിശാക്രമണത്തിനെ ചെറുക്കാനാണ് വാഗ്ദത്ത മസീഹ് ആഗതനാകുക. ആ ആക്രമണം വിശ്വാസത്തിനു മേലായിരിക്കും. കുരിശു യുദ്ധത്തിന്റെ കാലത്തുള്ള അടയാളങ്ങളാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആക്രമണം ജനങ്ങളുടെ വിശ്വാസത്തെ വളരെയധികം പ്രഭാവിതമാക്കും എന്ന് വന്നിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കാലത്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഈ ആക്രമണം തീവ്രത പ്രാപിച്ചിരുന്നു. ഒരുപാട് കാലത്തോളം ഈ തീവ്രമായ ആക്രമണം തുടർന്നു പോകുകയും ചെയ്തു. ചരിത്രം അതിന് സാക്ഷിയാണ്. പറയുന്നു, ആ ആക്രമണത്തെയാണ് മറുവാക്കിൽ ദജ്ജാലിന്റെ ആക്രമണം എന്ന് പറയുന്നത്. അസറുകളിൽ, അതായത് സഹാബാക്കളുടെ വചന സമാഹാരങ്ങളിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ദജ്ജാലിന്റെ ആക്രമണങ്ങൾ നടമാടുന്ന സമയത്ത് ഒരുപാട് അവിവേകികൾ ഏകനും പങ്കുകാരനുമില്ലാത്ത ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ്. അനേകം പേരുടെ വിശ്വാസത്തോടുള്ള പ്രതിപത്തി മരവിച്ചു പോകുന്നതാണ്. വാഗ്ദത്ത മസീഹിന്റെ സുപ്രധാന കർമ്മം ദീനിന്റെ പരിഷ്കരണമായി തീരുന്നതാണ്. കാരണം ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസാദർശങ്ങളായിരിക്കും. ലൗകാനൽ ഈമാൻ എന്നു തുടങ്ങുന്ന ഹദീസ് പ്രകാരം ആ പേർഷ്യൻ വംശജൻ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയായിരിക്കും വരുന്നത്. ആയതിനാൽ വാഗ്ദത്ത മസീഹിന്റെയും പേർഷ്യൻ വംശജന്റെയും കാലഘട്ടവും അതുപോലെ പ്രവർത്തനങ്ങളും ഒന്നു തന്നെയായിരിക്കും. അതായത് വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുക എന്നതായിരിക്കും. അതുകൊണ്ട് സ്പഷ്ടമായിരിക്കുന്ന കാര്യം വാഗ്ദത്ത മസീഹ് തന്നെയായിരിക്കും പേർഷ്യൻ വംശജൻ എന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജമാഅത്തിനെ കുറിച്ചു തന്നെയാണ് വആഖരീന മിൻഹും ലമ്മ യൽഹഖൂ ബിഹിം എന്ന ആയത്ത് വന്നിട്ടുള്ളത്. ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ വഴികേട് അതിന്റെ പരമകോടിയിൽ എത്തിയ ശേഷം സന്മാർഗവും യുക്തിയും പ്രാപിക്കുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങളെയും ബർക്കത്തുകളെയും ദർശിക്കുന്നവരും രണ്ട് വിഭാഗം ജനതകളായിരിക്കും. ആദ്യത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസഹാബാക്കൾ. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവിർഭാവത്തിന് മുമ്പ് അങ്ങേയറ്റത്തെ അന്ധകാരത്തിൽ പെട്ടവരായിരുന്നു. ശേഷം അവർ ദൈവാനുഗ്രഹത്താൽ പ്രവാചകന്റെ കാലം പ്രാപിച്ചു. സ്വന്തം കണ്ണുകളാൽ അവർ ദൃഷ്ടാന്തങ്ങൾ ദർശിച്ചു, പ്രവചനങ്ങൾ പുലർന്നതായി കണ്ടു. ദൃഢവിശ്വാസം കരസ്ഥമാക്കിയ ശേഷം അവരിൽ ആത്മാവ് മാത്രം ശേഷിക്കുന്ന വിധത്തിലുള്ള സമൂല പരിവർത്തനമുണ്ടായി. പ്രസ്തുത ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുസഹാബാക്കൾക്കു സമാനരായ വിഭാഗം വാഗ്ദത്ത മസീഹിന്റെ ജമാഅത്താണ്. എന്തെന്നാൽ ഇക്കൂട്ടരും സഹാബാക്കളെ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടവരാണ്. അന്ധകാരത്തിനും വഴികേടിനും ശേഷം സന്മാർഗം പ്രാപിച്ചവരാണവർ. വആഖരീന മിൻഹും എന്ന ആയത്തിൽ ഇക്കൂട്ടരെ മിൻഹും അഥവാ അവരിൽപ്പെട്ട എന്ന വിശേഷണത്തിലൂടെ സഹാബാക്കൾക്ക് സദൃശരാകുക എന്ന സൗഭാഗ്യം പ്രദാനം ചെയ്തിരിക്കുന്നു. ഇത് മേൽപ്പറഞ്ഞ കാര്യത്തിലേക്കുള്ള സൂചനയാണ്. അദ്ദേഹം പറയുന്നു, ആയതിനാൽ ഇക്കാലത്ത് അപ്രകാരം തന്നെ സംഭവിച്ചു. 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങളുടെ കവാടം തുറക്കപ്പെട്ടു. ഹദീസ് ദാറുഖുത്നി, ഫതാവ ഇബ്നു ഹജർ എന്നിവയിൽ വന്നിട്ടുള്ള പോലെ ജനങ്ങൾ സ്വനേത്രങ്ങളാൽ റമദാനിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നിരീക്ഷിച്ചു.
ഒരേ റമദാനിൽ തന്നെ സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിച്ചു. അതുപോലെ ഹദീസിന്റെ ഉള്ളടക്കം പോലെ ചന്ദ്രന് അതിന്റെ ഗ്രഹണ ദിനത്തിലുള്ള നിശ്ചിത രാവുകളിലെ ആദ്യ രാവിലും സൂര്യന് അതിനു നിശ്ചിതമായ ഗ്രഹണ ദിനങ്ങളിലെ മധ്യനാളിലും ഗ്രഹണം സംഭവിച്ചു. അതും മെഹദിയാണെന്ന് ഒരു വ്യക്തി വാദിച്ച സമയത്തു തന്നെയാണ് സംഭവിച്ചത്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട് അന്നോളം ഈ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ചരിത്രത്താളുകളിൽ ഇതിനു സമാനതകൾ തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ജനങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദൃഷ്ടാന്തമായിരുന്നു അത്. മഹ്ദിയുടെയും വാഗ്ദത്ത മസീഹിന്റെയും കാലത്ത് ഉദയം ചെയ്യുമെന്ന് വിവരിക്കപ്പെട്ട സുസിന്നൈൻ എന്ന നക്ഷത്രത്തെയും ജനസഹസ്രങ്ങൾ അപ്പോൾ ദർശിച്ചു. അതുപോലെ തന്നെ ജനങ്ങൾ ജാവയിലെ അഗ്നിയെയും കണ്ടു. അതുപോലെ പ്ലേഗ് പടർന്നു പിടിച്ചതും ഹജ്ജ് തടയപ്പെട്ടതും ജനങ്ങൾ സ്വന്തം കണ്ണാലെ കാണുകയുണ്ടായി. രാജ്യത്ത് റെയിൽ ഗതാഗതം ആരംഭിച്ചതും ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമായതുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങളായിരുന്നു. സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും ദൃഷ്ടാന്തങ്ങൾ കണ്ടതുപോലെ തന്നെ ഇക്കാലത്തും ആളുകൾ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. അക്കാരണത്താലാണ് പ്രതാപവാനായ അള്ളാഹു ഈ അവസാന കാലത്തെ ജമാഅത്തിനെ മിൻഹും എന്ന പദത്താൽ അഭിസംബോധന ചെയ്തത്. ദൃഷ്ടാന്ത ദർശനത്തിൽ അവർ സ്വഹാബാക്കളുടെ വർണ്ണത്തിലായിരിക്കും എന്ന് സൂചിപ്പിക്കാനായിരുന്നു അത്. ആലോചിച്ചു നോക്കുക, 13 ശതകങ്ങളിൽ ഇതുപോലെ നുബുവത്തിന്റെ ശ്രേണിയിലുള്ള കാലഘട്ടം മറ്റാർക്കാണ് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ ജമാഅത്ത് നിലവിൽ വന്ന ഈ കാലഘട്ടത്തിൽ അനേകം കാരണങ്ങളാൽ ഈ ജമാഅത്തിന് സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹുമായി സാദൃശ്യങ്ങളുണ്ട്. സഹാബാക്കളെ പോലെ ഇവരും ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും കാണുന്നു. സ്വഹാബാക്കൾക്ക് തുല്യം ഇവരും ദൈവത്തിന്റെ അടയാളങ്ങളാലും നവങ്ങളായ സഹായങ്ങളാലും ദിവ്യപ്രകാശവും ദൃഢവിശ്വാസവും നേടുന്നു. അവർ സഹാബാക്കൾക്ക് സമം ദൈവമാർഗത്തിൽ ജനങ്ങളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ശാപവാക്കുകളും വിവിധങ്ങളായ ഹൃദയം വ്രണിതമാക്കുന്ന കാര്യങ്ങളും അസഭ്യങ്ങളും ബന്ധവിച്ഛേദങ്ങളും നേരിടുന്നു. അവർ സഹാബാക്കൾക്ക് സദൃശം ദൈവത്തിന്റെ പ്രസ്പഷ്ടമായ അടയാളങ്ങളാലും ആകാശീയ സഹായങ്ങളാലും ദൈവയുക്തി പാഠങ്ങളാലും പരിശുദ്ധ ജീവിതം കൈവരിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവയുക്തിയുടെ പാഠങ്ങളാൽ പരിശുദ്ധ ജീവിതം നേടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വിചിന്തനം നടത്തുകയും ആവശ്യമായ കാര്യമാണ്. പറഞ്ഞു, നമസ്കാരത്തിൽ വിലപിക്കുകയും സാഷ്ടാംഗം ചെയ്യുന്ന സ്ഥലത്തെ കണ്ണീരിനാൽ കുതിർക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സ്വഹാബാക്കൾക്ക് സമാനരായ ഒരുപാട് പേർ ഈ ജമാഅത്തിലുണ്ട്. സ്വഹാബാക്കളെ പോലെ സത്യസ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകുകയും ദൈവബോധനങ്ങളാൽ അനുഗ്രഹീതരാകുകയും ചെയ്യുന്ന നിരവധി പേരും ഇവരിലുണ്ട്. തങ്ങൾ അധ്വാനിച്ച് നേടിയ സമ്പത്തുകൾ ദൈവപ്രീതി മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ജമാഅത്തിനായി ചെലവഴിക്കുന്ന കാര്യത്തിൽ അവർ സഹാബാക്കളുടെ മാതൃക പിന്തുടരുന്നവരാണ്. ഇക്കൂട്ടരിൽ പലരും മരണത്തെ എപ്പോഴും സ്മരിക്കുന്നവരാണ്. ഇക്കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മരണത്തെ ഓർക്കേണ്ടതുണ്ട്. ഇവർ ഹൃദയ നൈർമല്യമുള്ളവരും സത്യപൂർണമായ ഭക്തിമാർഗത്തിൽ പദമൂന്നുന്നവരുമാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവയെ നാം എപ്പോഴും മുന്നിൽ വയ്ക്കേണ്ടതാണ്. സ്വഹാബാക്കളുടെ ചരിത്രവും മുന്നിലുണ്ടാകണം. ദൈവം സ്വയം പരിപാലിക്കുന്ന ദൈവത്തിന്റെ ജനതയാണിവർ. ദിനേന ഇവരുടെ ഹൃദയങ്ങളെ അവൻ ശുദ്ധീകരിക്കുന്നു. ഇവരുടെ നെഞ്ചകങ്ങളിൽ വിശ്വാസത്തിന്റെ യുക്തികൾ നിറക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം നമുക്കുള്ളിൽ സംജാതമാകുന്നുണ്ടോ എന്ന് നമ്മളും പരിശോധിക്കേണ്ടതാണ്. സ്വഹാബാക്കളെ പോലെ ആകാശീയ ദൃഷ്ടാന്തങ്ങൾ ഇവരെ ദൃഢവിശ്വാസത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നവരാണ്. ചുരുക്കത്തിൽ ഈ ജമാഅത്തിൽ ആഖരീന മിൻഹും എന്ന പദത്തിൽ വിവക്ഷിതമായ എല്ലാ അടയാളങ്ങളും കാണാവുന്നതാണ്. അള്ളാഹു പറഞ്ഞ ഈ സംഗതി ഒരു നാൾ എന്തായാലും പൂർത്തിയാകേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരുമിച്ച് ഒരു സമുദായമാക്കാനും മതപരമായ കലഹങ്ങൾക്ക് അറുതി വരുത്തി ഒരു മതത്തിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനും ദൈവം നിശ്ചയിച്ച കാലഘട്ടമാണിത്. മതങ്ങൾ തിരമാല കണക്കെ പരസ്പരം കടന്നുകയറ്റം നടത്തുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ. ഈ ആയത്തിനെ മുൻ ആയത്തുകളുമായി ചേർത്താൽ ഇപ്രകാരം അർത്ഥം ലഭിക്കും: പ്രസ്തുത കാലത്ത് ലോകത്ത് മതങ്ങളുടെ കോലാഹലമായിരിക്കും. ഒരു മതം മറ്റൊന്നിനുമേൽ തിരമാലകൾ കണക്കെ ചാടി വീഴുന്നതാണ്.
ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കാൻ തുനിയുന്നതാണ്. ഈ തിരമാലകൾ കൂട്ടിയിടിക്കുന്ന കാലഘട്ടത്തിൽ ആകാശഭൂമികളുടെ ദൈവം തന്റെ കരങ്ങളാൽ ഭൗതിക ഉപാധികൾ ഒന്നും കൂടാതെ ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിക്കുന്നതാണ്. കഴിവുകളും സദൃശ്യതയും വെച്ചു പുലർത്തുന്ന എല്ലാവരെയും അവൻ അതിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. മതം എന്നാൽ എന്താണ് എന്ന് അപ്പോൾ അവർ ഗ്രഹിക്കുന്നതാണ്. അവരിൽ ജീവന്റെയും യഥാർത്ഥ ഭക്തിയുടെയും ആത്മാവ് ഊതപ്പെടുന്നതാണ്. ദൈവപരിജ്ഞാനത്തിന്റെ ചഷകം അവർക്ക് നൽകപ്പെടുന്നതാണ്. ഇന്നേക്ക് 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ലോകത്ത് പ്രസിദ്ധീകരിച്ച ഈ പ്രവചനം സാക്ഷാത്കരിക്കുന്നതിന് മുമ്പായി ലോക വ്യവസ്ഥിതിയുടെ കണ്ണി അറ്റുപോകുകയില്ല എന്നത് സുനിശ്ചിതമാണ്. എല്ലാ സമുദായങ്ങളും ഒരു മതത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസാന കാലഘട്ടത്തെക്കുറിച്ച് അള്ളാഹു ഒരടയാളം മാത്രമല്ല വിവരിച്ചിട്ടുള്ളത് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ വേറെയും അടയാളങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അവയിൽ പെട്ടതാണ് സമുദ്രങ്ങളിൽ നിന്നും ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നതും ഭൂമിയിൽ അന്തസ്ഥിതമായിരുന്ന ഒരുപാട് ഖനികൾ പുറത്തേക്ക് വരുന്നതും, അതുപോലെ ഭൗമിക ജ്ഞാനങ്ങൾ ഒരുപാട് വെളിപ്പെടുന്നതുമെല്ലാം. അതുപോലെ പുസ്തകങ്ങൾ ഒട്ടനവധി പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനുള്ള സംവിധാനങ്ങൾ ഉടലെടുക്കുന്നതാണ്. അന്നാളുകളിൽ ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമാകും വിധം യാത്രാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടാനുള്ള മാർഗങ്ങൾ അനായാസമാകുന്നതാണ്. അതുപോലെ ലോകരാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ എളുപ്പമായി തീരുന്നതാണ്. പരസ്പരം അനായാസേന വാർത്തകൾ അവർക്ക് എത്തിക്കാനാകുന്നതാണ്. ഇക്കാലത്താണെങ്കിൽ വേറെയും ഒരുപാട് സൗകര്യങ്ങൾ ഇതിനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അന്നാളുകളിൽ ഒരു മാസത്തിൽ തന്നെ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുന്നതാണ്. അതുകൂടാതെ അതേ തുടർന്ന് ഭൂമുഖത്ത് ശക്തമായ പ്ലേഗിന്റെ അതിവ്യാപനം ഉണ്ടാകുന്നതാണ്. എത്രത്തോളം എന്നാൽ പ്ലേഗിനാൽ മലീമസമാകാത്ത ഒരു നഗരവും ഒരു ഗ്രാമവും അവശേഷിക്കുന്നതല്ല. ലോകത്ത് മരണങ്ങൾ വർദ്ധിക്കും. ലോകം വിജനമാകുന്നതാണ്. ചില ഭൂപ്രദേശങ്ങൾ പൂർണ്ണമായി നശിക്കപ്പെടുന്നതാണ്. അവയുടെ പേരും അടയാളം പോലും ബാക്കിയുണ്ടാകുന്നതല്ല. ചില പ്രദേശങ്ങൾ ഒരളവ് വരെ ശിക്ഷയിൽ അകപ്പെട്ട ശേഷം രക്ഷിക്കപ്പെടുന്നതാണ്. അത് ദൈവത്തിന്റെ ഉഗ്രകോപത്തിന്റെ നാളുകളായിരിക്കും. അള്ളാഹു തന്റെ ദൂതിനു വേണ്ടി ഇക്കാലത്ത് വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തങ്ങളെ ജനങ്ങൾ സ്വീകരിക്കാത്തതാണ് അതിനുള്ള കാരണം. സൃഷ്ടികളെ സമുദ്ധരിക്കാനായി വന്ന ദൈവത്തിന്റെ പ്രവാചകനെ അവർ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ വ്യാജനായി മുദ്രവെച്ചു. നാം ഉള്ള ഈ കാലഘട്ടത്തിൽ തന്നെ ഈ അടയാളങ്ങളെല്ലാം പൂർത്തിയാകുകയുണ്ടായി. ഇത്തരമൊരു സമയത്ത് എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചത് ബുദ്ധിമാന്മാർക്ക് സ്പഷ്ടവും പ്രകാശിതവുമായ മാർഗമാണ് കാണിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെട്ടിരിക്കുന്ന എല്ലാ അടയാളങ്ങളും എന്റെ വരവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയായതിന് ചരിത്രം സാക്ഷിയാണ്. അവയിൽ ചിലത് ഇന്ന് വരെ പൂർത്തിയായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അള്ളാഹു ഈ കാലഘട്ടത്തിലെ അവസ്ഥ ദർശിക്കുകയും ഭൂമി തരം തരങ്ങളായ അധർമ്മങ്ങൾ, പാപങ്ങൾ, മാർഗഭ്രംശങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞതായി കാണുകയും ചെയ്തപ്പോൾ സത്യത്തെ പ്രബോധിപ്പിക്കാനും സമുദ്ധാരണത്തിനുമായി എന്നെ അവൻ നിയോഗിച്ചയച്ചു. ലോകജനത ഹിജ്റ 13-ാം നൂറ്റാണ്ട് അവസാനിപ്പിച്ച് 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ എത്തി നിൽക്കുന്ന കാലവുമായിരുന്നു അത്. അപ്പോൾ ഞാൻ ദൈവകൽപ്പന പാലിക്കുന്നതിനായി ലിഖിത വിജ്ഞാപനത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഇപ്രകാരം വിളംബരപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തിൽ നിന്നും മതസമുദ്ധാരണത്തിനായി ഈ നൂറ്റാണ്ടിന്റെ തലക്കൽ വരാനിരിക്കുന്ന വ്യക്തി അത് ഞാൻ തന്നെയാണ്. ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട വിശ്വാസത്തെ പുനഃസ്ഥാപിക്കാനും ദൈവത്തിൽ നിന്നും ശക്തീകരിക്കപ്പെട്ട് അവന്റെ കരങ്ങളുടെ പരിശ്രമത്താൽ ലോകത്തിനെ സമുദ്ധാരണത്തിലേക്കും ഭക്തിമാർഗത്തിലേക്കും സത്യസന്ധതയിലേക്കും ആനയിക്കാനും ജനങ്ങളുടെ വിശ്വാസപരവും കർമ്മപരവുമായ തെറ്റുകൾ ദൂരീകരിക്കാനും വേണ്ടി നിയോഗിതനാണ് ഞാൻ. അതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദൈവിക വെളിപാടിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ സവിശദം അവൻ അറിയിച്ചു തന്നു. അതായത് തുടക്കം മുതൽക്കേ വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് ഞാൻ തന്നെയാണ്. അതുപോലെ ഇസ്ലാമിന്റെ അധപ്പതന കാലത്തും വഴികേടിന്റെ വ്യാപന സമയത്തും ദൈവത്തിൽ നിന്നും നേരിട്ട് സന്മാർഗം പ്രാപിക്കുകയും ആകാശീയ ഭക്ഷണ തളികയെ മനുഷ്യർക്ക് മുമ്പാകെ വീണ്ടും ആദ്യം തൊട്ടേ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അവസാന കാലത്തെ മഹദി ഞാനാണ്.
ഇത് ദൈവവിധിയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇതേക്കുറിച്ച് ഇന്നേക്ക് 13 ശതകങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവാർത്ത നൽകിയതാണ്. ഞാൻ ആ വ്യക്തി തന്നെയാണ്. ദൈവഭാഷണത്താലും കാരുണ്യവാനായ ദൈവത്തിന്റെ സംബോധനകളാലും ഇക്കാര്യം വളരെ സ്പഷ്ടമായും ആവർത്തിച്ചാവർത്തിച്ചും എനിക്ക് അറിയിക്കപ്പെട്ടു. സംശയങ്ങൾക്ക് ഇനി യാതൊരു ഇടവും ബാക്കിയില്ല. ഓരോ വെളിപാടുകളും ഹൃദയത്തിൽ ഉരുക്കുകമ്പിയെപ്പോലെ തുളഞ്ഞു കയറിയിരുന്നു. ഈ ദൈവിക സംഭാഷണങ്ങൾ മഹത്തായ പ്രവചനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പകൽ വെളിച്ചം പോലെ അവ പൂർത്തിയായിക്കൊണ്ടിരുന്നു. അവയുടെ ആവർത്തനത്തിന്റെയും ആധിക്യത്തിന്റെയും അജയ്യ ശക്തിയുടെയും മായാജാലം എന്നെ ഇക്കാര്യം തുറന്നു പറയാൻ നിർബന്ധിതനാക്കി. അതായത് പരിശുദ്ധ ഖുർആൻ ആരുടെ വചനങ്ങളും ആരാണോ ഏകനും പങ്കുകാരനുമില്ലാത്തതുമായ ദൈവവും അവന്റെ തന്നെ വചസ്സുകളാണ് ഇവ. ഇവിടെ ഞാൻ തോറയെയും സുവിശേഷങ്ങളെയും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവ രണ്ടും പ്രക്ഷിപ്തങ്ങൾ കടന്നുകൂടിയ കാരണത്താൽ, പ്രക്ഷിപ്തങ്ങൾ കൂട്ടിച്ചേർത്തവരുടെ കരങ്ങളാൽ എത്ര കണ്ട് വികലവും കലർപ്പുമുള്ളതായി. എന്നാൽ ഇനി ആ ഗ്രന്ഥങ്ങളെ ദൈവവചനങ്ങളെന്ന് പറയാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ എനിക്കുമേൽ ഇറങ്ങിയ ദൈവിക വെളിപാടുകൾ എത്രത്തോളം വിശ്വസനീയവും അഖണ്ഡിതവുമായിരുന്നു എന്നാൽ അവ മുഖേന ഞാൻ എന്റെ ദൈവത്തെ പ്രാപിച്ചിരിക്കുന്നു. ആ വെളിപാടുകൾ ആകാശീയ ദൃഷ്ടാന്തങ്ങൾ മുഖേന അനുഭവജ്ഞാനത്തിന്റെ പദവിയിലേക്ക് എത്തി എന്നു മാത്രമല്ല, അവയുടെ ഓരോ ഭാഗങ്ങളും ദൈവവചനമായ പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിലയിരുത്തിയപ്പോൾ അവ അതിന് അനുഗുണമാണെന്ന് തെളിയുകയും അത് സാക്ഷ്യപ്പെടുത്താനായി മഴ പോലെ വാനലോക ദൃഷ്ടാന്തങ്ങളുടെ പെയ്ത്തുണ്ടാകുകയും ചെയ്തു. അന്നാളുകളിൽ തന്നെ റമദാൻ മാസത്തിൽ സൂര്യ ചന്ദ്രഗ്രഹണങ്ങളും സംഭവിച്ചു. അതേക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്ന മഹദിയുടെ കാലത്ത് റമദാനിൽ സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കുന്നതാണ്. അന്നു ആളുകളിൽ തന്നെ പഞ്ചാബിൽ അതിരൂക്ഷമായി പ്ലേഗും പടർന്നു പിടിച്ചു. പരിശുദ്ധ ഖുർആനിലും ഇത് സംബന്ധിച്ച് വൃത്താന്തങ്ങളുണ്ട്. മുൻ പ്രവാചകന്മാരും ഇക്കാര്യം ദീർഘവീക്ഷണം ചെയ്തിരുന്നു. അതായത് അന്നാളുകളിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നതും ഇപ്രകാരം തന്നെ നടക്കുന്നതുമാണ്. ഒരു ഗ്രാമവും പട്ടണവും ഈ മരണങ്ങളിൽ നിന്ന് മുക്തമാകുകയില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അത് തുടരുന്നുമുണ്ട്. ഈ രാജ്യത്ത് പ്ലേഗിന്റെ സൂചന പോലുമില്ലാത്ത സമയത്ത്, ഏതാണ്ട് പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നതിനു 22 വർഷങ്ങൾക്ക് മുമ്പ് അതേക്കുറിച്ച് എന്നെ ദൈവം അറിയിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ വാദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, കൃത്യസമയത്ത് തന്നെ വെളിപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണ്ടി ആകാശത്ത് റമദാൻ മാസത്തിൽ സൂര്യചന്ദ്രന്മാർക്ക് വിശുദ്ധ ഖുർആൻ, ഹദീസ്, സുവിശേഷങ്ങൾ, ഇതർ പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹണം സംഭവിച്ചു. എന്റെ കാലഘട്ടത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും പരിശുദ്ധ ഖുർആന്റെയും അറിയിപ്പിന് അനുസൃതമായി ഈ രാജ്യത്ത് അനിതര സാധാരണമാം വിധം പ്ലേഗ് വ്യാപിച്ചു. സഹീഹായ ഹദീസുകളിലുള്ള പോലെ എന്റെ കാലത്ത് ഹജ്ജ് മുടങ്ങുകയുണ്ടായി. ഈസബിന് മറിയമിന്റെ സമയത്ത് ഉദിച്ച നക്ഷത്രം എന്റെ കാലത്ത് ഉദയം കൊണ്ടു. എന്റെ കാലത്ത് ഈ രാജ്യത്ത് റെയിൽ തുടങ്ങുകയും ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമാകുകയും ചെയ്തു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ റെയിൽ ആരംഭിക്കുകയും എല്ലാ ഒട്ടകങ്ങളും ഉപയോഗശൂന്യമാക്കപ്പെടുകയും ചെയ്യുന്ന കാലം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അത് വളരെ സമീപസ്ഥവുമാണ്. മുമ്പ് റോഡ് മാർഗമായിരുന്നു ഗതാഗതം, എന്നാൽ ഇപ്പോൾ അവിടെയും റെയിൽ ഗതാഗതം തുടങ്ങുകയുണ്ടായി. 13 നൂറ്റാണ്ടുകളായി ഈ പുണ്യയാത്ര ഒട്ടകങ്ങളിലായിരുന്നു എങ്കിൽ ആ ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒട്ടകങ്ങളെ കുറിച്ച് സഹീ മുസ്ലിമിൽ വന്നിട്ടുള്ള ലയത്തുറുക്കന്നൽ കിലാസു ഫലായുസ അലിഹ, അതായത് മസീഹിന്റെ കാലത്ത് ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമാക്കപ്പെടും, ആരും അവയിൽ യാത്ര ചെയ്യുകയില്ല എന്ന് ഹദീസ് സാർത്ഥകമാക്കുകയുണ്ടായി. എന്റെ കരങ്ങളാൽ 100 കണക്കിന് അടയാളങ്ങൾ വെളിപ്പെടും. ദൃഷ്ടാന്ത പ്രദർശനത്തിൽ എന്നോട് മത്സരിച്ച് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ആരുടെ കൈകളിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് ആ ദൈവത്തെ തൊട്ട് സത്യം, ഇതുവരെ 2 ലക്ഷത്തിലും അധികം ദൃഷ്ടാന്തങ്ങൾ എന്റെ കൈകളാൽ വെളിപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 10,000-ഓ അതോ അതിലധികമോ പേർ സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിച്ചിരിക്കുന്നു. എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഈ രാജ്യത്തുള്ള 3-4 ലക്ഷം ശിഷ്യന്മാരുള്ള വളരെ പേരുകേട്ട ദിവ്യദർശനം സിദ്ധിക്കുന്ന സിദ്ധന്മാർക്ക് ഈ വ്യക്തി ദൈവപ്രേക്ഷിതനാണെന്ന് സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. എന്റെ ആവിർഭാവത്തിന് 30 വർഷം മുമ്പ് ഈ ലോകം വെടിഞ്ഞവരും അവരിലുണ്ട്. ഉദാഹരണത്തിന് ജില്ല ലുധിയാനയിലെ ഗുലാബ് ഷാ എന്നു പേരുള്ള വ്യക്തി മർഹൂം മിയ കരീം ബക്ഷ് ഓഫ് ജമാൽപൂരിന് ഈ ഈസ കാദ്യാനിൽ ജനിച്ചിരിക്കുന്നു എന്നും
അദ്ദേഹം ലുധിയാനയിൽ വരുന്നതാണെന്നും അറിയിക്കുകയുണ്ടായി. മിയ കരീം ബക്ഷ് ഒരു സുഹൃതവാനും ഏക ദൈവാരാധകനുമായ വൃദ്ധനായിരുന്നു. അദ്ദേഹം എന്നെ ലുധിയാനയിൽ വെച്ച് കാണുകയുണ്ടായി. ഈ പ്രവചനത്തെക്കുറിച്ചെല്ലാം എന്നോട് വിശദമായി സംസാരിച്ചു. അക്കാരണത്താൽ തന്നെ മൗലവിമാർ അദ്ദേഹത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തി. എന്നാൽ അദ്ദേഹം അതൊന്നും തന്നെ വകവെച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുലാബ് ഷാ എന്നോട് പറയുമായിരുന്നു, ഈസബിന് മറിയം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നു, അദ്ദേഹം ഈ ലോകത്ത് ഇനി തിരിച്ചു വരുന്നതല്ല. ഈ സമുദായത്തിന് മിർസ ഗുലാം അഹമ്മദാണ് ഈസ. അദ്ദേഹത്തെ ദൈവത്തിന്റെ ശക്തി പ്രഭാവവും ദൈവത്തിന്റെ യുക്തിയും ആദ്യം ഈസയുമായി സദൃശനാക്കി. വാനലോകത്ത് അദ്ദേഹത്തിന്റെ പേര് ഈസ എന്ന് വെച്ചു. എന്നിട്ട് തന്റെ ശിഷ്യനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, തന്റെ ശിഷ്യനോട്, അല്ലയോ കരീം ബക്ഷ്, ആ ഈസ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മൗലവിമാർ എത്രമാത്രം എതിർക്കും എന്ന കാര്യം നീ കാണുന്നതാണ്. അവർ രൂക്ഷമായി എതിർക്കുന്നതാണ്. എന്നാൽ അവർ പരാജിതരായി തീരുന്നതാണ്. ഇന്നും അവർ പരാജിതരായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ആഗതനാകുന്നത് പരിശുദ്ധ ഖുർആനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വ്യാജമായ അടിക്കുറിപ്പുകൾ നീക്കം ചെയ്യുന്നതിനായാണ്. ഖുർആന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിക്കുവാനുമാണ്. ആ പ്രവചനത്തിൽ ആ മഹാത്മാവ് ഒരു കാര്യം സ്പഷ്ടമായി സൂചിപ്പിച്ചിരുന്നു. അതായത്, നീ ഈസയെ കാണുന്നത് വരെ ജീവിച്ചിരിക്കുന്നതാണ്. അതായത് അദ്ദേഹം തന്റെ ശിഷ്യന്റെ ആയുസിനെ കുറിച്ചും ഇതിൽ പ്രവചിച്ചിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ ഒരു നാമം ഗഫൂർ അഥവാ പാപം പൊറുക്കുന്നവൻ എന്നുമാണ്. എന്നിരിക്കെ പശ്ചാത്തപിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ സമുദായത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. അവയിൽപ്പെട്ട മറ്റൊരു അബദ്ധമാണ് ജിഹാദിനെ കുറിച്ചുള്ള ധാരണാ പിശക്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ ജിഹാദ് നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ ഇക്കൂട്ടർ തുറച്ചു നോക്കുന്നു. എന്നാലോ രക്തദാഹിയായ മഹ്ദിയെക്കുറിച്ചുള്ള ഹദീസുകൾ പ്രക്ഷിപ്തമാണ് എന്ന കാര്യം ഇവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഈ അധ്യായത്തിൽ ലഘുലേഖകളും എഴുതിയിട്ടുണ്ട്. അത്തരം ഹദീസുകൾ പ്രക്ഷിപ്തമാണ് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. മിയ നസീർ ഹുസൈൻ ദഹൽവിയുടെയും വിശ്വാസം അതുതന്നെയായിരുന്നു. ഇക്കാലത്തും ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസുകളെ അവർ പൂർണ്ണമായും ശരിവെക്കുന്നില്ല എന്നാണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് എന്നെ പെരും നുണയനാണെന്ന് അവർ പറയുന്നത്? സത്യവും അക്കാര്യം തന്നെയാണ്. വാഗ്ദത്ത മസീഹിന്റെയും മഹ്ദിയുടെയും ജോലി ഈ യുദ്ധ പരമ്പര അവസാനിപ്പിക്കുകയാണ്. തൂലിക, പ്രാർത്ഥന, ശ്രദ്ധ എന്നിവയിലൂടെ ഇസ്ലാമിന് പ്രചാരം നൽകുക എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുടെയും ഇന്നുള്ള ജോലി തൂലികയുടെയും പ്രാർത്ഥനയുടെയും ശ്രദ്ധയുടേതുമായിരിക്കണം. അദ്ദേഹം പറയുന്നു, അഹോ കഷ്ടം, ജനങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാകുന്നില്ല. എന്തെന്ന് വെച്ചാൽ അവർക്ക് ലോകത്തിലേക്കുള്ള അത്ര ശ്രദ്ധ മതത്തിലേക്കില്ല. നമ്മളും സ്വന്തം അവസ്ഥയെ വിലയിരുത്തേണ്ടതാണ്. മസീഹ് മൗദിനെ അംഗീകരിച്ച ശേഷം നമ്മുടെയും ശ്രദ്ധ വീണ്ടും ലൗകികതയിലേക്ക് അമിതമായി ഇല്ലല്ലോ എന്ന് നോക്കണം. പറഞ്ഞു, ലോകത്തിന്റെ മാലിന്യങ്ങളിലും അശുദ്ധികളിലും അകപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ജ്ഞാനങ്ങൾ സിദ്ധിക്കുമെന്ന് അവർക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാകും? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്ന് ഖുർആനിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. ഇക്കാര്യം ഹൃദയത്താൽ കേൾക്കുവിൻ. എന്റെ ആഗമനത്തിന്റെ പരമമായ ഉദ്ദേശം എന്താണ്? എന്റെ നിയോഗത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇസ്ലാമിന്റെ പരിഷ്കരണവും ഇസ്ലാമിന്റെ പരിപോഷണവും മാത്രമാണ്. ഇതുകൊണ്ട് ഞാൻ ഒരു പുതിയ ശരീഅത്ത് പഠിപ്പിക്കാനാണ് വന്നത്, അഥവാ പുതിയ കൽപ്പനകൾ നൽകാനാണ് വന്നത്. അതുപോലെ ഇനി പുതിയൊരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടും എന്നൊരിക്കലും മനസ്സിലാക്കരുത്. അങ്ങനെ ഒരിക്കലുമല്ല. അപ്രകാരം ധരിക്കുന്നവൻ എന്റെ അഭിപ്രായത്തിൽ അവൻ വളരെയധികം വഴിപിഴച്ചവനും മതമില്ലാത്തവനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ശരീഅത്തും നുബുവത്തും പരിസമാപ്തി കൈവരിച്ചിരിക്കുന്നു. ഇനി ഒരു പുതിയ ശരീഅത്തും വരികയില്ല. പരിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബ്, ഗ്രന്ഥങ്ങളുടെ ഖാത്തം ആണ്. അതിൽ ഇനി ഒരു വള്ളിയോ പുള്ളിയോ ഏറ്റക്കുറച്ചിലിന് വകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐശ്വര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെയും സന്മാർഗത്തിന്റെയും ഫലദായകത്വം, അതായത് അവയ്ക്ക് ഇനിയും ഫലം ചെയ്യും എന്ന കാര്യം അവസാനിച്ചിട്ടില്ല എന്നതും സത്യം തന്നെയാണ്. അവർ എല്ലാ കാലഘട്ടത്തിലും പുതുമയോടെ തന്നെ നിലകൊള്ളുന്നതാണ്. അവ മുഖേനയുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും തെളിയിക്കാനായാണ് അള്ളാഹു എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണെന്ന് ആരിൽ നിന്നും ഗോപ്യമല്ല.
എല്ലാതരം ദൗർബല്യങ്ങൾക്കും അധപതനങ്ങൾക്കും മുസ്ലിങ്ങൾ കുറിമാനമായിരിക്കുന്നു എന്ന കാര്യവും സർവസമ്മതമാണ്. അവർ എല്ലാ നിലയ്ക്കും അധപ്പതിച്ചിരിക്കുകയാണ്. ഇക്കാലത്ത് വളരെയധികം മോശമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ നാവുകൾ അവരോടൊപ്പമുണ്ട്, എന്നാൽ അവരുടെ ഹൃദയം അവരുടെ കൂടെയില്ല. ഇസ്ലാം അനാഥപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഒരവസ്ഥയിലാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത്. ഞാൻ ഇസ്ലാമിനെ പിന്തുണയ്ക്കാനും അതിന്റെ രക്ഷാധികാരിയാകാനും വേണ്ടിയാണ് എന്നെ അയച്ചിട്ടുള്ളത്. അവൻ തന്റെ വാഗ്ദാന പ്രകാരമാണ് എന്നെ അയച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇപ്പോൾ പിന്തുണയും സഹായവും സംരക്ഷണവും നൽകിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതിനുള്ള സമയം? ബദർ വേളയിൽ ഉണ്ടായ അതേ സ്ഥിതിയാണ് ഈ 14-ാം ശതകത്തിലും ഇസ്ലാമിനുള്ളത്. അതേക്കുറിച്ച് അള്ളാഹു പറയുന്നു, വലഖദ് നസറകുമുല്ലാഹു ബി ബദ്രിൻ വ അൻതും അസില്ല. ഈ ആയത്തിലും ഒരു പ്രവചനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് 14-ാം നൂറ്റാണ്ട് ഇസ്ലാം ദുർബലവും അശക്തവുമാകുമ്പോൾ അള്ളാഹു തന്റെ ഈ സംരക്ഷണ വാഗ്ദാന പ്രകാരം അതിനെ സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് അവൻ ഇസ്ലാമിനെ സഹായിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ അത്ഭുതം കൂറുന്നത്? തനിക്കെതിരെ എതിരാളികളുടെ ഭർസനങ്ങളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരിടത്ത് എഴുതുന്നു, എനിക്ക് ദജ്ജാലും മഹാനുണയനും എന്നു പേര് വയ്ക്കുന്നു. എനിക്കുമേൽ ഇക്കൂട്ടർ വ്യാജാരോപണങ്ങൾ നടത്തുന്നു. ഇക്കാര്യത്തിലൊന്നും എനിക്ക് ദുഃഖമില്ല. എന്തെന്നാൽ എനിക്ക് മുമ്പുണ്ടായ ദേവദൂതരോടുണ്ടായ അതേ പെരുമാറ്റം ഞാനുമായും ഉണ്ടാകുക അനിവാര്യമായിരുന്നു. ഞാനും ഈ പുരാതന നടപടിക്രമത്തിൽ സുന്നത്തിൽ ഭാഗവാക്കേണ്ടതും ആയിരുന്നു. ഞാൻ അവർക്കുമേലുണ്ടായ കഠോരതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒന്നും തന്നെ പങ്കുപറ്റിയിട്ടില്ല. എന്നാൽ നമ്മുടെ യജമാന പ്രഭുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സമാനതകളില്ലാത്തതും പ്രവാചക പരമ്പരയിൽ മറ്റാർക്കും ലഭിക്കാത്തതുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് വേണ്ടി അനുഭവിച്ച യാതനകളെ കുറിച്ച് എഴുതാൻ തൂലിക അശക്തമാണ്. അത് വർണ്ണിക്കാൻ നാവിനും ശേഷിയില്ല. അതിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രതാപോജ്വലനും നിശ്ചയദാർഢ്യമുള്ളവനുമായ പ്രവാചകനാണെന്ന് മനസ്സിലാക്കാം. ദൈവത്തിന്റെ സഹായ സഹകരണങ്ങൾ തിരുനബിക്കൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ആ കഷ്ടതകളുടെ മല ചുമക്കുന്നത് അസാധ്യമാണ്. മറ്റേതെങ്കിലും പ്രവാചകനായിരുന്നെങ്കിലും അത് തന്നെ നടന്നേനെ. എന്നാൽ ഇത്രയും കഷ്ടപ്പാടുകളും യാതനകളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച ഇസ്ലാമിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ എന്തു പറയും? മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ അവസ്ഥ എന്താക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് വരാനിരിക്കുന്ന വ്യക്തിയെ ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ദീനിന്റെ പുനരുത്ഥാനത്തിനായാണ് വാഗ്ദത്ത മസീഹ് വരുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിനെ വിജയിപ്പിക്കുകയും അന്യമതങ്ങൾക്കുമേൽ അതിജയിപ്പിക്കുകയും ചെയ്യുന്ന മാർഗത്തെ ഞാൻ എന്റെ ലിഖിതങ്ങളാൽ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്റെ ലഘുലേഖകൾ അമേരിക്കയിലും യൂറോപ്പിലും വരെ എത്തുന്നുണ്ട്. അവർക്ക് ദൈവം വിവേകം പ്രദാനം ചെയ്തിട്ടുണ്ട്. അവർ തങ്ങളുടെ ദൈവദത്തമായ വിവേക ബുദ്ധിയാൽ ഇക്കാര്യം മനസ്സിലാക്കുകയുമുണ്ടായി. എന്നാൽ ഇതുതന്നെ ഒരു മുസ്ലിമിനു മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു ഭ്രാന്തനെയോ കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെയോ പോലെ അവന്റെ വായിൽ നിന്നും നുര പതിയുന്നു. ഇന്ന് ഇക്കൂട്ടർ അഹമ്മദികളോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം എന്നത് ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ, അതായത് നല്ലതിനെ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ്. ഈ അധ്യാപനം ശത്രുക്കളോടും സൗമ്യമായും നല്ല നിലയിലും പെരുമാറി അവരെ മിത്രങ്ങളാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇക്കാര്യങ്ങളെ സമാധാനത്തോടെയും ശാന്തമായും കേൾക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പ്രതാപവാനായ ദൈവത്തിൽ ആണയിട്ടുകൊണ്ട് പറയുന്നു, ഞാൻ ദൈവപ്രേഷിതനാണ്. അവന് നന്നായി അറിയാം ഞാൻ കറ്റുകെട്ടുകാരനോ പെരും നുണയനോ അല്ല. ഇനി നിങ്ങൾ ദൈവനാമത്തിൽ സത്യമിട്ടതിനും അതുപോലെ എന്നെ പിന്തുണക്കാനായി അവൻ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തിയതിനും ശേഷം എന്നെ കറ്റുകാട്ടുകാരനെന്നും പെരും നുണയനെന്നും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിൽ ആണയിട്ട് ആവശ്യപ്പെടുകയാണ്, എല്ലാ ദിവസവും കറ്റുകെട്ടുകയും കള്ളം പറയുകയും ചെയ്തിട്ടും അള്ളാഹു നിരന്തരം സഹായിക്കുന്ന ഏതെങ്കിലും ഒരു കറ്റുകെട്ടുകാരനെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ദൈവത്തിൽ കറ്റുകെട്ടുകയും നുണ പറയുകയും ചെയ്തിട്ടും ദൈവസഹായം
തുടർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യാജനെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തന്നാലും അള്ളാഹുവിന്റെ സഹായങ്ങൾ ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിനോടൊപ്പമാണ് എന്നതിന് ഇന്ന് ലോകമാകമാനം വ്യാപിച്ചിരിക്കുന്ന അഹമ്മദിയ ജമാഅത്ത് തന്നെ സ്പഷ്ടമായ തെളിവല്ലേ? പറഞ്ഞു, ഇവനെ, അതായത് ഇത്ര വ്യാജനായ ഒരുവനെ അള്ളാഹു നശിപ്പിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? എന്നാൽ ഇവിടെ സ്ഥിതി മറിച്ചാണ്. ഞാൻ ദൈവത്തിൽ സത്യമിട്ട് പറയുന്നു, ഞാൻ സത്യവാനാണ്, അവനാൽ അയക്കപ്പെട്ടവനുമാണ്. ഇവർ എന്നെ പെരുന്നുണയനെന്നും കറ്റുകെട്ടുകാരനെന്നും പറയുന്നു. എന്നാൽ ഈ സമുദായം എനിക്കെതിരെ നടത്തുന്ന എല്ലാ കേസുകളിലും ഉപദ്രവങ്ങളിലും അവർ എന്നെ സഹായിക്കുകയും അള്ളാഹു എന്നെ സഹായിക്കുകയും എന്നെ രക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ലക്ഷക്കണക്കിന് പേരുടെ ഹൃദയങ്ങളിൽ എന്റെ സ്നേഹം അവൻ ഇട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ദൃഷ്ടാന്തം അവൻ പ്രകടിപ്പിച്ചിരിക്കുന്നു. ദൂരങ്ങളിലും സമീപങ്ങളിലുമുള്ളവരുടെ, അന്ന് ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ തന്നെ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് യൂറോപ്പിലും അമേരിക്ക, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലും ദ്വീപ് സമൂഹങ്ങളിലും ഓസ്ട്രേലിയയിലും അറബ് രാഷ്ട്രങ്ങളിലുമെല്ലാം ഉള്ളവരുടെ ഹൃദയങ്ങളിൽ സ്നേഹമിടുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, എന്നോടുള്ള സ്നേഹം അള്ളാഹു അങ്കുരിപ്പിച്ചു. ഒരു വ്യാജനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നത് ആശ്ചര്യകരം തന്നെ. ഞാൻ ഇതിൽ എന്റെ സത്യതയെ ആധാരപ്പെടുത്തുന്നു. ഇതുതന്നെയാണ് എന്റെ സത്യതയുടെ തെളിവ്. അള്ളാഹുവിൽ കറ്റുകെട്ടുന്ന പെരുന്നുണയനായ ഒരു വ്യാജന് ഇങ്ങനെയൊക്കെ ആയാൽ അള്ളാഹു ഇത്തരത്തിൽ സഹായമെത്തിക്കുകയും ഇത്രയും കാലാവധി വരെ ജീവിപ്പിക്കുകയും ചെയ്ത ഒരു വ്യാജനെ എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക. തുടർന്ന് അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങൾ വാനലോകത്തു നിന്നും ഇപ്പോഴിറങ്ങുന്ന അനുഗ്രഹ വർഷങ്ങളെ വിലമതിക്കേണ്ടതാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതാണ്. അവരെ അവൻ തക്ക സമയത്ത് തന്നെ സഹായിച്ചിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ തുണച്ചിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ വിലമതിച്ചില്ലെങ്കിൽ പിന്നെ അള്ളാഹു അവരെ ഒട്ടും വകവെക്കുന്നതല്ല. അവൻ തന്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ അവരുടെ കാര്യം കഷ്ടമായി തീരും. ഞാൻ ശക്തിയുക്തവും പൂർണ്ണ വിശ്വാസത്തോടെയും ഗ്രാഹ്യത്തോടെയും പറയുന്നു, അള്ളാഹു മറ്റു മതങ്ങളെ ഉന്മൂലനം ചെയ്യാനും ഇസ്ലാമിന് വിജയവും ശക്തിയും പ്രദാനം ചെയ്യാനും ഉദ്ദേശിച്ചിരിക്കുന്നു. ഈ ദൈവനിശ്ചയത്തെ വെല്ലാൻ ഒരു കയ്യൂക്കിനും ശക്തിക്കും ആകില്ല. അവൻ താൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അല്ലയോ മുസ്ലിങ്ങളെ, ഓർമ്മയിക്കുക, അള്ളാഹു എന്നിലൂടെ നിങ്ങളെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സന്ദേശം എത്തിച്ചിരിക്കുന്നു. ഇന്ന് അത് ചെവികൊള്ളുന്നതും ചെവികൊള്ളാത്തതും നിങ്ങളുടെ കാര്യം. ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാം മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം സത്യമാണ്. ഞാൻ അള്ളാഹുവിൽ സത്യമിട്ടുകൊണ്ട് പറയുന്നു, വരാനിരിക്കുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ടവൻ ഞാനാണ്. ഞാൻ ദൈവത്തെ തൊട്ട് സത്യം ചെയ്തു പറയുന്നു. അതുപോലെ ഇസ്ലാമിന്റെ ജീവിതം ഈസായുടെ മരണത്തിലാണുള്ളത് എന്ന കാര്യവും ഉറപ്പുള്ള കാര്യമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, എന്റെ അവിവേകികളായ എതിരാളികളെ അള്ളാഹു ദിനം പ്രതി വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാക്കി നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനിൽ ആണിയിട്ടുകൊണ്ട് പറയുന്നു, അവൻ ഇബ്രാഹിമിനെ അഭിസംബോധന ചെയ്തതുപോലെയും തുടർന്ന് ഇസ്ഹാഖിനോടും ഇസ്മായിലിനോടും യാക്കൂബിനോടും യൂസുഫിനോടും മൂസയോടും മസീഹിബിന് മറിയമിനോടും എന്ന പോലെയും എല്ലാവർക്കും ശേഷം എല്ലാവരിലും ഉപരിയായി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അധികം പ്രകാശിതവും പരിശുദ്ധവുമായ നിലയിൽ വെളിപാട് ഇറക്കിയ പോലെയും സംഭാഷണവും സംബോധനയും കൊണ്ട് എന്നെയും അവൻ അനുഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ ഈ സൗഭാഗ്യം എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തത് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആയിരുന്നില്ലെങ്കിൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിരുന്നില്ലെങ്കിൽ, അഥവാ ലോകത്തുള്ള എല്ലാ പർവ്വതങ്ങൾക്കും സമാനമായി എന്റെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നാലും ഒരിക്കലും എനിക്ക് ദൈവസംഭാഷണവും ദൈവസംബോധനവും ലഭിക്കുമായിരുന്നില്ല. എന്തെന്നാൽ ഇപ്പോൾ മുഹമ്മദിയ നുബുവത്ത് അല്ലാത്ത മറ്റെല്ലാ നുബുവത്തുകളും അടഞ്ഞിരിക്കുന്നു. ശരീഅത്തോടു കൂടിയുള്ള ഒരു പ്രവാചകനും ഇനി വരാവതല്ല. എന്നാൽ ശരീഅത്തില്ലാത്ത നബി വരാവുന്നതാണ്. എന്നാൽ ആ വ്യക്തി ആദ്യം ഉമ്മത്തിയാകേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉമ്മത്തിയും നബിയുമാണ്. എന്റെ നുബുവത്ത്, അതായത് ദൈവഭാഷണവും ദൈവസംബോധനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ പ്രതിച്ഛായയാണ്. എന്റെ നുബുവത്ത് അതല്ലാത്ത മറ്റൊന്നുമല്ല. മുഹമ്മദിയ നുബുവത്ത് തന്നെയാണ് എന്നിൽ നിന്നും പ്രകടമായിട്ടുള്ളത്. ഞാൻ വെറും പ്രതിച്ഛായയും ഉമ്മത്തിയും ആയതിനാൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതാപത്തിന് യാതൊരു കോട്ടവും വരുത്തുന്നില്ല. എനിക്ക് ലഭിക്കുന്ന ദൈവഭാഷണം വിശ്വസനീയമാണ്. ഒരു നിമിഷത്തേക്ക് പോലും അതിൽ ഞാൻ സംശയിച്ചാൽ ഞാൻ പിന്നെ കാഫിറാകുന്നതും എന്റെ പര്യവസാനം നശിച്ചൊടുങ്ങുന്നതുമാണ്. എനിക്കുമേൽ അവതീർണമായ ദൈവഭാഷണം വിശ്വസനീയവും അഖണ്ഡിതവുമാണ്. ഏതുപോലെ സൂര്യനെയും സൂര്യപ്രകാശത്തെയും കണ്ട ഒരാൾക്ക് സൂര്യനും സൂര്യപ്രകാശവുമാണ്
ഇത് എന്ന കാര്യം നിഷേധിക്കാനാകാത്തതുപോലെ എനിക്കുമേൽ ദൈവസമക്ഷത്തു നിന്നും വരുന്ന ഭാഷണത്തെ സംശയിക്കാൻ എനിക്കാകില്ല. ദൈവഗ്രന്ഥത്തിലെ എന്ന പോലെ ഞാൻ അതിലും വിശ്വസിക്കുന്നു. തുടർന്ന് പറഞ്ഞു, എന്നെ ദൈവം നിയുക്തനാക്കിയത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാണുന്നു വെച്ചാൽ ദൈവവും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വന്നുകൂടിയിട്ടുള്ള അശുദ്ധി ദൂരീകരിക്കുക, സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധം പുനഃസ്ഥാപിക്കുക, സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് മതയുദ്ധങ്ങൾക്ക് അറുതി വരുത്തുക, രഞ്ജിപ്പിന് അടിത്തറ പാകുക എന്നിവയ്ക്കായാണ്. ലോകദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കുന്ന മതസത്യങ്ങൾ ലോകർക്ക് വെളിപ്പെടുത്തുകയാണ് എന്റെ ആഗമനോദ്ദേശം. ശാരീരിക ഇച്ഛകളുടെ അന്ധകാരത്തിന് കീഴിൽ അമർന്നുപോയ ആത്മീയതയുടെ മാതൃക കാണിക്കുകയാണ് എന്റെ പ്രവൃത്തി. അതുപോലെ മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ പ്രവേശിച്ച് ധ്യാനത്താലോ പ്രാർത്ഥനയാലോ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയെ അവസ്ഥാവിശേഷം മുഖേന വെറും വാക്കുകളാലല്ല അതിന്റെ സവിശേഷതകൾ വെളിപ്പെടുത്തുകയാണ് എന്റെ ജോലി. എല്ലാറ്റിലും ഉപരിയായി എല്ലാതരം ഷിർക്കിന്റെ മായത്തിൽ നിന്നും മുക്തവും എന്നാൽ ഈ ലോകത്ത് നിന്ന് തിരോഭവിക്കുകയും ചെയ്ത തിളക്കമാർന്ന തൗഹീദിന്റെ ചെടിയെ സമുദായത്തിൽ രണ്ടാമതും നടുകയുമാണ് എന്റെ ജോലി. എന്നാൽ ഇതെല്ലാം എന്റെ ശക്തി കൊണ്ടായിരിക്കില്ല നടക്കുക, മറിച്ച് ആകാശഭൂമികളുടെ ദൈവത്തിന്റെ ശക്തി മുഖേനയായിരിക്കും സംഭവിക്കുക. ഞാൻ കാണുന്നു, ഒരു ഭാഗത്ത് ദൈവം സ്വകരങ്ങളാൽ എന്റെ തർബിയത്ത് നടത്തിയും എന്നെ തന്റെ ദിവ്യ വെളിപാടിനാൽ അനുഗ്രഹീതനാക്കിയും ഇത്തരം സമുദ്ധാരണത്തിനായി എഴുന്നേൽക്കുവിധം എനിക്ക് ആർജവം പകർന്നിരിക്കുന്നു. മറുവശത്ത് എന്റെ വാക്കുകൾ അംഗീകരിക്കുന്നതിനായി സുസജ്ജമായ ഹൃദയങ്ങളും അവൻ തയ്യാറാക്കിയിരിക്കുന്നു. എന്നെ ദൈവം ലോകത്ത് നിയോഗിച്ചയച്ച സമയത്ത് തന്നെ ഇവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകുന്നതായി ഞാൻ കാണുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ഹസ്രത്ത് ഈസായുടെ ദൈവത്വത്തെ വാഴ്ത്തുന്നവരുടെ ഇടയിലുള്ള ഗവേഷകർ തന്നെ ഇപ്പോൾ സ്വയം ഈ വിശ്വാസത്തിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. ഈ വിശ്വാസത്തെ നിഷേധിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. പൂർവികർ മുതൽക്ക് ബിംബങ്ങളുടെയും ദേവന്മാരുടെയും പൂജകരായ പലരും ബിംബങ്ങൾക്ക് യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്ന് ഇന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അവർ ഇപ്പോഴും ആത്മീയതയിൽ നിന്നും അജ്ഞരാണെങ്കിലും ആചാരം എന്നോണം ചില വാക്കുകൾ ഉരുവിട്ടിരിപ്പാണെങ്കിലും അനേകായിരം വ്യർത്ഥമായ ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഷിർക്കിന്റെയും അതായത് അന്യാരാധനയുടെയും കയർ അവർ തങ്ങളുടെ കഴുത്തിൽ നിന്നും ഊരിക്കളഞ്ഞെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. അവർ തൗഹീദിന്റെ ഏകദൈവ സിദ്ധാന്തത്തിന്റെ പടിവാതിലിന് സമീപത്ത് എത്തി നിൽക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദൈവാനുഗ്രഹങ്ങളുടെ സവിശേഷമായ കരം അവരിൽ പലരെയും തൽസ്ഥാനത്ത് നിന്നും മുന്നോട്ട് തള്ളുകയും അവരെ സത്യപൂർണവും സമ്പൂർണവുമായ തൗഹീദിന്റെ സമാധാന ഗേഹത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം അവർക്ക് സമ്പൂർണ്ണ സ്നേഹവും സമ്പൂർണ്ണ ദൈവഭയവും സമ്പൂർണ്ണ പരിജ്ഞാനവും നൽകപ്പെടുന്നതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ഈ പ്രതീക്ഷ വെറും ഭാവനാത്മകമല്ല, മറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വെളിപാടിനാൽ എനിക്ക് ഈ സുവാർത്ത ലഭിച്ചിരിക്കുന്നു. ഈ രാജ്യത്ത് ദൈവയുക്തി ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. വിഘടിച്ചു നിൽക്കുന്ന സമുദായങ്ങളെ ഏക സമുദായമാക്കുവാനും രഞ്ജിപ്പിന്റെയും ശാന്തിയുടെയും നാളുകൾ കൊണ്ടുവരാനുമാണ് അങ്ങനെ അവൻ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ വിഭിന്ന സമുദായങ്ങളും ഒരു നാൾ ഒറ്റ സമുദായമായി മാറുന്നതാണ് എന്നതിന്റെ സുഗന്ധം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ലോകത്ത് വസിക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാനും അദ്ദേഹത്തിന്റെ വാദത്തെ മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ ആ മസീഹിന്റെയും മഹദിയുടെയും ഭയത്തിൽ വരാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പുനരുദ്ധാനത്തിനായി അയച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്കും നമ്മുടെ ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരാക്കി തീർക്കുമാറാകട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്കും അൾജീരിയയിലെ അഹമ്മദികൾക്കും വേണ്ടി വീണ്ടും ദുആക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ വീണ്ടും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും പറയാം. അവിടെ പൂർണ്ണമായും ശാന്തി സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പാകിസ്ഥാനിലും ദിവസവും എന്ന പോലെ എന്തെങ്കിലും സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അൾജീരിയയിലെയും ചില ഭരണാധികാരികളുടെ ഉദ്ദേശം നല്ലതായി തോന്നുന്നില്ല. അവർ രണ്ടാമതും കേസുകൾ കുത്തിപ്പൊക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു എല്ലാ അഹമ്മദികളെയും തന്റെ സംരക്ഷണത്തിലാക്കുമാറാകട്ടെ. പാകിസ്ഥാനിലും അൾജീരിയയിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അഹമ്മദികളെയും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം മുമ്പത്തേക്കാൾ ഉപരി അള്ളാഹുവിലേക്ക് കുനിയാൻ എല്ലാ അഹമ്മദികളും ശ്രദ്ധിക്കേണ്ടതുമാണ്. തങ്ങളുടെ ആരാധനകളുടെ കടമകൾ നിറവേറ്റുന്നവരായി അവർ മാറേണ്ടതുണ്ട്. സമസൃഷ്ടികളോടുള്ള കടമകളും അഹമ്മദികൾ നിർവഹിക്കുന്നവരായി തീരേണ്ടതുണ്ട്. തങ്ങളുടെ അവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നവരാകേണ്ടതുണ്ട്. അള്ളാഹുമായി സവിശേഷ ബന്ധം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر